ഫെങ്ഷുയി എന്താണ് ഫെങ്ഷുയി? ഫെങ്ഷുയി നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അതുകൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഗുണം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാതെ വിട്ടാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട്. ഇത് ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഫെങ്ഷുയി കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ വീട്ടിലേക്കും കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ പറയാതെ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അവരെടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അവർ ഓരോരുത്തരും വളരെ ഫീലോട് കൂടി അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇത് പലരും പുച്ഛത്തോടെ തള്ളിക്കളയുന്നുണ്ട്, ചിലർ അപ്പാടെ സ്വീകരിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും സ്വീകരിച്ചാലും കൊള്ളാം, നിരസിച്ചാലും കൊള്ളാം, ഇങ്ങനൊരു സയൻസ് ഉണ്ട്, ഇത് സത്യമാണ്. ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. ഒരു വീടെടുത്തപ്പോൾ വീടിന്റെ ഷേപ്പ് സ്ക്വയറോ റെക്ടാങ്കിളോ ആവണമെന്ന് യാതൊരു നിർബന്ധവും എല്ലാ വീടിന്റെയും. പക്ഷേ വാസ്തുവിൽ അല്ലെങ്കിൽ ഫെങ്ഷുവിൽ ഈ രീതിയിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീടെടുത്തപ്പോൾ ഇതിന് 8 ദിക്കുകളുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് എല്ലാ വീടിനെയും തിരിക്കാൻ പറ്റൂലേ? ഒരുപക്ഷെ ഈ ഭാഗത്ത് റൂം കാണത്തില്ല, ചിലപ്പോൾ ഇവിടെ റൂം കാണത്തില്ല, ചിലപ്പോൾ ഇവിടെ കാണത്തില്ല, അങ്ങനെ ചിലപ്പോൾ മിസ്സിങ്ങോ അങ്ങനെയൊക്കെ പല രീതികളും ഉണ്ടായിരിക്കാം. എന്നാലും ആ വീടിനെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ 9 തിരിക്കാൻ പറ്റും. എന്നിട്ട് ഈ വീട്ടിലോട്ട് ഇപ്പോൾ ഒരു കൺസൾട്ടിങ്ങിന് പോകുന്നു. കൺസൾട്ടിങ്ങിന് വീഴുമ്പോഴത്തേക്ക് അവർ പറയുന്നു, സാറേ ഈ വീട്ടിൽ യാതൊരുവിധ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല, ഇവിടെ എന്നും പ്രശ്നങ്ങളാണ്, വാസ്തു നോക്കി വെച്ച വീടാണ്, പക്ഷെ ഇവിടെ എന്നും വിഷയങ്ങളാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ പറയുമ്പോൾ ചിലപ്പോൾ വാസ്തു നോക്കി വെച്ച വീടാണെങ്കിൽ പോലും ഇവരുടെ സൗകര്യപ്രദം ചിലപ്പോൾ വർക്ക് ഏരിയ ഇറക്കുകയോ അല്ലെങ്കിൽ കാർ പോർച്ച് യൂണിറ്റോ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ടോയ്ലറ്റോ വെച്ചെങ്കിൽ വാസ്തു തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിന്റെ വീടിന് നമ്മൾ കറക്റ്റ് 9 തിരിച്ചിട്ട് ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നു, ഈ വീട് നിങ്ങൾ എപ്പോഴാണ് വെച്ചത്? സാർ ഇത് 2010 വെച്ച വീടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 8 എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് കിട്ടി. കാരണം ഇവർ ഏത് പീരീഡിലാണ് വെച്ചതെന്നുള്ളതാണ് ഇവിടുത്തെ ഇത്. അപ്പം 2004-നും 2024-നും ഇടയ്ക്കാണ് ഇവർ ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പീരീഡ് 8 എന്ന് പറഞ്ഞൊരു കാലഘട്ടമാണ്. ഇതിന്റെ ഡിഗ്രി, അപ്പൊ അവരൊരു ഡിഗ്രി പറഞ്ഞു, ആ ഡിഗ്രിയും എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഇവര് ഡിഗ്രി പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 75 ഡിഗ്രി പറഞ്ഞു, എനിക്ക് അതും അവിടെ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു കണക്കെടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കണക്ക് എഴുതിയാണ്. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഇത് കണക്കല്ല, ഇത് ദിക്കുകൾ എഴുതിയാണ്. സൗത്ത് ഈസ്റ്റ്, 8 ദിക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്യാണ്. സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, 8 ദിക്കുകൾ എഴുതി. ഞാൻ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു കണക്കുണ്ടാക്കി, ഒരു ചാർട്ട് ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം എനിക്ക് കിട്ടി. ഈ നക്ഷത്രങ്ങളെ ഞാൻ വീടിന്റെ പ്ലാനിലേക്ക് എടുത്തെഴുതി. 9 7 8 8 4 3 6 1 2 5 3 4 7 9 5 2 1 6 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിനെ എല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് എഴുതി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്നും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാസ്തു നോക്കി വെച്ച വീടാണ്, എന്നാൽ ഇവിടെ ഒരു മനസ്സമാധാനമോ ഒരു സന്തോഷമോ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ മനസമാധാനം, സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 1, വീട്ടിൽ കലഹമുണ്ടായാൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. 2, നഷ്ടങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും കിട്ടത്തില്ല. 3, കടബാധ്യത ഉണ്ടായാലും നമുക്കിതൊന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിന്റെ പ്രധാന വാതിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നഷ്ടങ്ങളാണ്. വാസ്തു നോക്കി വെച്ച വീടാണ്, പക്ഷെ പ്രധാന വാതിൽ ഈ ഭാഗത്തിരിക്കുന്നു. അപ്പം ഈ വീട്ടിന്റെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, വാസ്തു അനുസരിച്ചിട്ടല്ല പറയുന്നത്, ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു 2-5 കോമ്പിനേഷനിലാണ് മെയിൻ എൻട്രൻസ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് നഷ്ടം? ഇവർ കിടക്കുന്നത് ഈ ബെഡ്റൂമിലാണ്, ഇവർക്ക് കടബാധ്യതയാണ്. ഇവര് ഈ ഭാഗത്താണ് ഇവരുടെ ഡൈനിങ് ഹാൾ എന്ന് വെച്ചു, അപ്പൊ ഇവർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കലഹവും. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഓരോ റൂമുകളും വാതിലുകളെയും ബേസ് ചെയ്തിട്ട് ഇവരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നു. 1, ഇവിടെ എൻട്രൻസിൽ നിൽക്കുന്ന കോമ്പിനേഷൻ 2-5 കോമ്പിനേഷനിലാണെങ്കിൽ ഇവിടെ എന്ത് ഉണ്ടാവുന്നു? നഷ്ടമുണ്ടാവുന്നു. ഇവർ കിടക്കുന്നത് 7-9 കോമ്പിനേഷനിലാണെങ്കിൽ ഇവർക്ക് ഇവിടെ കടബാധ്യത ഉണ്ടാവുന്നു. ഇവര്
ഒരു 4-3 കോമ്പിനേഷൻ ഇവര് ഡൈനിങ്ങിനായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡിക്കായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഇവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ കലഹം ഉണ്ടാവുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ഈ വീടിന് ഒരു സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും. വാസ്തുപ്രകാരം വെച്ച വീടാണെങ്കിലും 2 നക്ഷത്രങ്ങൾ എല്ലാ വീട്ടിലെയും വരുന്നുണ്ട്. ആ നക്ഷത്രങ്ങളാണ് ആ വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അപ്പം ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. നമ്മളൊരു വീട് വെക്കുന്നതിന് മുമ്പാണ് ഈ നക്ഷത്രങ്ങളെ മനസ്സിലാക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കൊരു എൻട്രൻസ് കൊടുക്കാൻ പറ്റും, ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻസിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് ഓരോ വീടിന്റെയും കൃത്യമായിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്ത് കണ്ടുപിടിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് നേടാനായിട്ട് സാധിക്കും. അത് വാസ്തുവിന് അപ്പുറത്തോട്ടുള്ള കുറച്ച് സ്റ്റാറുകളുടെ കണക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനവുമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചുപോയി, അതിൻ്റെതായിട്ടുള്ള ചില റെമഡികൾ, ചില എലമെന്റ് ബേസ് ആയിട്ടുള്ള ചില റെമഡികൾ ചെയ്താലും നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇവിടെ നമുക്കൊരു 4-3 കോമ്പിനേഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചോ. ഇപ്പൊ ഇവിടെ നമുക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കലഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് ഒരു റെഡ് മാറ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, വളരെ സിമ്പിളായിട്ട് ആ പ്രശ്നം സോൾവ് ആവും. ഇവിടെ നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കടബാധ്യതയ്ക്കുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ നമ്മളൊരു ബ്ലൂ കളർ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം സോൾവ് ആവും. ഇവിടെ ഒരു ബ്ലൂ റൈനോ എലിഫന്റ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കളറും ഒരു എലമെന്റ് ബേസും ഒരു ടൂളും കൂടെ കൊടുത്തോണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തെയും നക്ഷത്രങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. ഇനി ചില ടൂളുകൾ പരിചയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു മുക്കാലി തവളയ്ക്ക് കഴിയും. പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് നോക്കി വെക്കുക. വായിൽ ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കോയിൻ വെക്കുക. ഇതിന് 2 സൈഡുകളുണ്ട്, ഇൻസൈഡും യാങ് സൈഡും. 4 ലെറ്റേഴ്സ് ഉള്ളത് മുകളിൽ വരുന്ന രീതിയിൽ അതിന്റെ ചുണ്ടിൽ വെച്ചു കൊടുക്കാം. അടുത്തത് പഗോഡ ടവറാണ്. പഗോഡ ടവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. വിദേശ യാത്രകൾക്കായിട്ട് നമുക്ക് വലംപിരി ശംഖും ഒരു ഗ്ലോബും കൂടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിന്റെ മുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാക്വ മിറർ വെക്കാം. അതുപോലെ തന്നെ 5 എന്ന് പറയുന്ന നക്ഷത്രത്തെ, അതിന്റെ ദോഷത്തെ ഒഴിവാക്കാനായിട്ട് 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്ന ടൂള് ആ 5 വരുന്ന സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ടൂളുകൾക്ക് കഴിയും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.